ഗൈസ്, ഞാൻ റീസെൻ്റ്ലി ട്രൈ ചെയ്ത് വർക്കൗട്ടായ എൻ്റെ ഹെയർ കെയർ റുട്ടീനാട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് ചെമ്പരത്തി ഇല, ചെമ്പരത്തിപ്പൂവ്, തുളസി ഇല, മുരിങ്ങയില, മൈലാഞ്ചി ഇല, കൈതോന്നി, ചെറിയ ഉള്ളി, കറിവേപ്പില, അലോവേറ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉലുവ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടതും കൂടെ ഇടാവേ. പിന്നെ അതിന് ശേഷം നമുക്ക് ഓരോ മിക്സിയിലിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അത് നമ്മൾ അലോവേറ ഇടുന്നു, ചെറിയ ഉള്ളി ഇടുന്നു, ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണേ. എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അന്വേഷിച്ച് പോവേണ്ടി വരത്തില്ല. നമ്മുടെ വീടിൻ്റെ ചുറ്റും തന്നെ നമുക്ക് കാണാൻ കഴിയും. ഹെയർ ഫോൾ കുറയ്ക്കാനും ഡാൻഡ്രഫ് റിമൂവ് ആവാനും ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കെമിക്കൽ മാസ്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് ഇതുപോലത്തെ നാച്ചുറൽ മാസ്ക് യൂസ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഓർ ട്വൈസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാമേ വീക്ക്ലി. വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാവേ. ഇതൊക്കെ നമുക്ക് വാട്ടറോ അല്ലെങ്കിൽ റൈസ് വാട്ടറോ യൂസ് ചെയ്യാമേ. ഞാനിപ്പോൾ ഇവിടെ നോർമൽ വാട്ടറാട്ടോ എടുത്തേക്കുന്നത്. നല്ലപോലെ അരച്ചൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. നമ്മുടെ ഹെയർ മാസ്ക് റെഡിയായി. ഇനി ഇതുകൊണ്ട് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് അതിനകത്തോട്ട് കോക്കനട്ട് ഓയിൽ ചൂടാവാൻ വെക്കാം. അതിനുശേഷം നമുക്ക് കരിഞ്ജീരകവും മേംപാടയും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കണേ. അതിന് കൊടുത്ത് നേരത്തെ നമ്മൾ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്തില്ലായിരുന്നോ, അതും കൂടെ 2-3 സ്പൂൺ ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ തിളയ്ക്കണേ. മിക്സ് നല്ല ചൂടായി തിളച്ച് പൊങ്ങി നല്ല പതഞ്ഞ് വരണേ. റെഡിയാവും വരെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണേ.